ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താ കേക്കണില്ല? കുള്ളൻ ആരോടെ ഇത്ര ഉറക്കേ? പുതിയ മുതലാളി വിളിക്കാവും. ഓ, ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം ഹലോ ഹലോ, നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി. അയ്യോ, ചെടിക്ക് നോവും. നന്നായിട്ട് തിരക്കടി. അവിടെ അതെ, പൊട്ടംകുള്ളം വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാണാവോ? എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത്? അത് നീ എങ്ങനെ കേട്ടു? നിങ്ങളുടെ മുതലേ ചെവി കൊട്ടനൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞേ? അല്ല, എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു. നീ എന്താ ആളക്കളിയാക്കാണോ? അല്ല രാഘവേട്ട, നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കുന്ന ഒരു കുന്ത്രാണ്ടം കൊണ്ടുവരാൻ പറയാറുന്നില്ലേ? അതെ, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വരുമ്പോ കൊണ്ടുവരേണ്ടതാ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട്. അതെ അതെ അതെ, നല്ല തിളച്ചു മറിയുന്ന മുതലാളിയില്ലേ, അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി. അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി. ഇപ്പൊ ഇയാളുടെ വലയപ്പെട്ടേക്കണ അസല് തിമിങ്കലാണ്. ഇയാളുടെ ചുക്രം തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ്? പണിയെടുക്കാണ്ട് നാട്ടുവിശേഷം പറഞ്ഞോണ്ട് നിന്നാലേ വൈകുന്നേരം കൂലിയരത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ. അയ്യോ, അവന്റെ ഒരു സംശയം. പണിയെടുക്ക്. പറയണത് കേട്ടത്തൊന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂലി തന്നെയാണ്. കാശ് അയാളുടെ അല്ലേ? കേബിട് പൊട്ടൻ. നീ വേഗം പണി തീർക്ക്. ടൈലറിംഗ് സ്കൂൾ വിടാൻ സമയമായി. പേപ്പർ. അയ്യോ, ഇതെന്താ ഇത്? ഇന്നത്തെ പേപ്പർ. അതല്ല, ഈ കെട്ട്. അത് പിന്നെ ഇന്നലെ രാത്രി വീണ്ടും വേദന കൂടി. അപ്പൊ തന്നെ വീട്ടുകാരെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടിയതാ. അടിയുടെ ശക്തിയിൽ തലയിൽ ചോര കട്ട പിടിച്ചാത്ര. കുട്ടി വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് കുട്ടിയോട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ വീട്ടിൽ പറഞ്ഞതേ സൈക്കിളിൽ നിന്ന് വീണുന്നാ. സാരല്ല, എന്തപ്പ ചെയ്യാ, ഓരോ സമയദോഷം എന്നല്ലാണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഒരു പഴം അല്ല 2 പഴം എടുത്തോളൂ. ഞാൻ എടുത്തോളൂ, മുഴുവൻ എടുത്തോളൂ. ഞാൻ മുത്തശ്ശനോട് പറയില്ല. പിന്നെന്താ വേണ്ടേ? ബിസ്ക്കറ്റ് വേണോ? ബ്രെഡ് വേണോ? അല്ല, കുട്ടി കട പൂട്ടിക്കാൻ വേണ്ടി വന്നാണോ? അല്ല, എന്ത് വേണമെങ്കിലും എടുത്തോളൂ, കഴിച്ചോളൂ എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ. കുട്ടി ഒരെണ്ണം കഴിക്കണം. എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കൂ. ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ തന്നാ കഴിക്കണം എന്നാണ്. മോളെ, ഇതാര് രമേശനോ? അവൻ വലിയ തലക്കെട്ട് കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കിട്ടിയതൊക്കെ നീ മറന്നോ? ഇനിയും തലക്കെട്ട് കെട്ടി നടന്ന ആരെങ്കിലും അടി മേടിച്ചു നോക്കട്ടെ. പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. അങ്ങനെ ഒരു പ്രേമം പൂ പോലെ വിടരാൻ പോവുകയാണ്. വിടരാന്ന് പറഞ്ഞാല് എന്നോടുണ്ടോന്ന് അറിയില്ലല്ലോ. കേട്ടെടുത്തോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ? എടാ അരപ്പൊട്ട, അവള് നിന്റെ തലമണ്ടക്കെട്ടല്ലേ അടിച്ചത്. ആ ഒരു സിമ്പതി അവൾക്ക് നിന്നോടുണ്ടാകും. അതെന്താ സാധനം? എന്റെ ചോറ്റാനിക്കര അമ്മേ, എടാ സിമ്പതി എന്ന് പറഞ്ഞാൽ അത് ഒരു അലിവാണ്, മനസ്സിലായ? പിന്നെ നീ ഒരു നാടകം കളിച്ച് പൊളിഞ്ഞപ്പോ അവള് ദേഷ്യപ്പെട്ടില്ലല്ലോ, ചിരിക്കല്ലേ ചെയ്തത്. അത് നല്ല ലക്ഷണമാണ്. എടാ, ഈ സാമുദ്രിക ലക്ഷണ പ്രകാരം പെണ്ണെന്ന് പറഞ്ഞാൽ ഉടുരാജമുഖി, മൃഗരാജഗടി, ഗജ, എന്ത് പണ്ടാറിയില്ലാവട്ടെ, അങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട് ഈ പെണ്ണുങ്ങൾക്ക്. ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, നീ അവക്കൊരു കത്ത് കൊടുക്കണം. നിന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തിന്റെ അളവ് കത്തിലൂടെ അറിയിക്കാൻ പറ്റുമോ? അങ്ങനൊക്കെ ചോദിച്ചാല് കൊടുത്തിട്ട് വാങ്ങിയില്ലെങ്കിലോ? ഈ പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്നതിനെ കൊടുക്കാനല്ല പറഞ്ഞത്, അതിനൊക്കെ ഒരു തഞ്ചം വേണം. ആരുമില്ലാത്ത സന്ദർഭം നോക്കി നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ മറച്ചു പിടിച്ച കത്തുതാ ഇങ്ങനെ പുഷ്പം പോലെ ഒതുക്കി പിടിച്ച് അനുരാഗപൂർവം അവളൊന്ന് നോക്കി കത്തൊന്ന് ചലിപ്പിക്കുക. ദാ ഇങ്ങനെ. അപ്പൊ തന്നെ പെണ്ണുങ്ങൾക്ക് സൂക്കേട് മനസ്സിലാവും. അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ് വിടരുന്നതെങ്കിൽ ധൈര്യമായിട്ട് കത്ത് കൊടുക്കുക. പന്തികേട് തോന്നിയാല് പിന്നെ അവിടെ നിൽക്കരുത്. കൊടുത്തു അപ്പൊ പിന്നെ മറുപടി എങ്ങനെയാവും? നല്ല കൈക്ക് ബലമുള്ള ആംഗലമാരുണ്ടെങ്കിൽ ഓട്ടാനാ മറുപടി കിട്ടും. കൊടുക്കടോ, പിന്നല്ലേ മറുപടി. എന്നാലും ഒരു പേടി. ഇങ്ങനെ പേടിച്ചൂരി നടന്നാലൊന്നും പ്രേമിക്കാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം, ഈ പ്രേമിക്കാൻ നടക്കുന്ന കാമൂൻ എന്നൊക്കെ പറഞ്ഞാല് സുന്ദരനായിരിക്കണം, എന്നെ പോലെ. ഈ നാറി പുളിച്ചതൊക്കെ മാറ്റി നന്നായി മേക്കപ്പ് ചെയ്ത് നല്ല ചെത്ത് സ്റ്റൈലിൽ നടക്കണം. എന്നാലേ ഈ പെണ്ണുങ്ങൾ വലയിൽ വീഴുള്ളൂ. അതൊക്കെ ഞാൻ ചെത്തിക്കോളാം. അവൾക്കുള്ള കത്ത് കൊടുക്കാൻ എന്താ വഴി? ഒറ്റപ്പാലം പട്ടാമ്പി വഴി.
എടാ ആദ്യം നീ എഴുത്. ഓ നിനക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളത്തെ കഴിഞ്ഞാല് എനിക്കൊരു ദിവസത്തെ പണിയുണ്ട് അവിടെ. നീ എഴുതുന്ന പോലെ ഒരു കത്ത് എഴുതി ഞാൻ അവൾക്ക് കൊടുക്കാം. അത് കൊള്ളാം. ഞാൻ തന്നാന്ന് പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, എന്താ പെണ്ണിന്റെ പേര്? പേര് അതറിയില്ല. പിന്നെ എന്തുട്ട് പ്രേമോടോ? കത്ത് എഴുതുമ്പോ പേര് വെച്ച് തുടങ്ങണ്ടേ? ആ അല്ലാതെ പറ്റും. പ്രിയമുള്ളത്, അല്ലെങ്കിൽ എന്റെ പ്രാണേശ്വരിക്ക്, അങ്ങനെയൊക്കെ തുടങ്ങാം. എത്ര കത്തെഴുതിയ കൈയാണ് ഇതെന്ന് അറിയോ? അല്ല ഇത് അറിയോ? ബാക്കി ഞാൻ വൈകിട്ട് പറയാം. നീ ഇത് എവിടേക്കാ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പരിക്കിനിടാണ്ട്. ഇവൻ ഈ കത്തൊക്കെ എഴുതി സംഗതി കൊള്ളാക്കോ? ഈ പണ്ടരക്കൊക്കെ പറ്റിച്ചൂലോ പണി. ഓളെ പറ്റിക്കാൻ എന്തത്ര പെട്ടെന്ന് പോന്ന്? അവര് കുളിക്കടവിലേക്കല്ല, ആര്? ആരെങ്കിലും ആവട്ടെ. നീ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കത്ത് കൊടുത്ത അവളെ നിന്റെ വലയിൽ വീഴ്ത്തുന്ന കാര്യം ഈ ശങ്കരി ഏറ്റു. ഇത് സത്യം. എന്താ ഇത്? കാക്ക തൂറിയതാ. എന്നാൽ അത് പറയണ്ടേ? കാക്ക തൂറുമ്പോ നേരത്തെ പറയാറുണ്ടാ? ഞാനത് ഏത് കുളത്തിക്കൊണ്ട് കഴുകും? ശ്ശേ. എന്തോന്നാടാ ഇത്? പണിയെടുക്കുമ്പോഴും ഇതിങ്ങനെ ചുണ്ടത്തിരിഞ്ഞോളോ നിർബന്ധം അല്ലേ? ചുണ്ടത്തിരിക്കണം നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിന്റെ ചുമര് ഞാൻ ശരിയാക്കില്ലേ? ഇപ്പൊ ദേ അല്ലറ ചില്ലറ. അപ്പൊ ഇതിന് ധൈര്യമായിട്ട് കക്കൂസിന് അകത്ത് കയറി ഇരിക്കാല്ലോ. ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നേ. ഓ അപ്പൊ നീ ആളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ? ഗോവിന്ദേട്ടാ, അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം. പിന്നെയാണ് ഗോവിന്ദന്റെ കക്കൂസ്. ഉദാഹരണത്തിന് മതി മതി, നിന്റെ നാവടക്ക്, എന്നിട്ട് പണിയെടുക്ക്. ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദനല്ലേ വന്ന് വാചകടിച്ചത്? എന്നാ ഞാൻ നിർത്തി. ഞാനും നിർത്തി. എന്ത് പണിയാ? പണിയല്ല, വാചകടി. മീനാക്ഷി, എന്തോ നിന്നെ അല്ലടാ, എനിക്ക് തോന്നി. മീനാക്ഷി. എന്താ അമ്മമ്മേ? നീ ആ വട്ടച്ചെമ്മീൻ എടുത്തേ, പുറത്തെ തൊഴുത്തിലിരിപ്പുണ്ട്. ആ ഇപ്പൊ കൊണ്ടുവരാം. കൊടുക്കാൻ പറ്റിയ സമയം. അമ്മമ്മ ഇത് ചെമ്പ്. നീ അവിടെ എന്ത് നോക്കിക്കാ? എന്ത് നടുവന്ന് നിർത്തിയതാ? ഓ നടുകൊണ്ടാ നിന്റെ പണിയല്ലേ? എങ്ങനെ ഇപ്പൊ തിരിച്ചെടുക്കുക? പെണ്ണ് കണ്ടതുമില്ലല്ലോ. പുലിവാലായോ? എന്താ ചങ്കര? ഇത്തിരി കഞ്ഞോളം വേണമായിരുന്നു കുടിക്കാനാ. അയ്യോ, ഇത് മുഴുവൻ പശുവിന് വേണ്ടി കഴിച്ചൂലോ. നിനക്ക് ചായ മതിയോ? അല്ല, ഈ സമയത്ത് ഞാൻ കഞ്ഞോളം കുടിക്കാറേ. ഈ വയറിന്റെ കാളിച്ച മാറാ, അതാ നല്ലത്. ഇനി ഇപ്പൊ ഈ അരി തിളക്കട്ടെ. ആ നീ എന്താടാ കഞ്ഞിവെള്ളത്തിൽ മുങ്ങി തപ്പുന്നേ? അതെ, ഞാൻ ഈ കഞ്ഞിവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു ഇതുണ്ടായിരുന്നു. ബില്ല് ബില്ല് പുല്ലല്ല, ബില്ല് ബില്ല്. അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി, അത് തപ്പി എടുക്കായിരുന്നു. എന്തിന്റെ ബില്ല്? അത് ഈ ബില്ലില്ല, അതിന്റെ ബില്ല. എനിക്ക് വേണ്ടപ്പെട്ട ബില്ല. ആണോ? എന്നാലേ നീ ഇങ്ങോട്ട് മാറി. ഞാൻ വേണ്ട 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 വേണ്ട, ഞാൻ തപ്പിக்கலாம். ഏതായാലും എന്റെ കൈ നിറഞ്ഞു. ഇനി ഗോവിന്ദന്റെ കൈ ഇതാണോ ബില്ലെന്ന് ചോദിച്ചു നോക്കും മുത്തശ്ശ. അതന്നെ അതന്നെ അതന്നെ. വലിയ ബില്ല് എന്താണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഇവിടെ ഇവിടെ ഇത്രയും വലിയ ബില്ലോ? ജീവന്റെ ജീവനായ പ്രാണേശ്വരിക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീകേവിലോ ശ്രീകോവിലെന്നാ ഉദ്ദേശിച്ചത്. ആരെ? എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി. കാലപ്പനില പാട്ട. കാലപ്പനിലെ പാട്ട് വൃത്തികെട്ടവൻ. പ്രായമായ ഒരു പെൺകുട്ടിയോടെ നിൽക്കുന്നുമില്ലേ? അത് മുഴുവൻ വായിച്ചനെ. മുളകത്തു ഇതാർക്ക് കൊടുക്കാൻ എഴുതിയാടാ? ഈ ഏരിയയിലേക്കല്ല, ഇത് ടൗണിലെ തയ്യക്കടല ഒരു പെണ്ണിന്. മിണ്ടരുത്, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് എനിക്കറിയാം. അയ്യോ ഗോവിന്ദേട്ടാ, ഇവിടെ മതി മതി മതി, പോയി പണിയെടുക്ക. സമയം കിട്ടുമ്പോ വായിച്ചു നോക്ക്. അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതിയതാ ഇത് കൊളാവുന്നു. അമ്മാതിരി തൂറലല്ലേ തൂറിയത്.